ഞങ്ങൾ ഇനിയും നാറ്റിക്കും നാട്ടുകാരോട് യുദ്ധം പ്രഖ്യാപിച്ച് കൂടാരപ്പാതിരിയും വെൽക്കേർ സെബാസ്റ്റ്യനും. നാട്ടുകാരെ കുടിയൊഴിപ്പിക്കുവാൻ കല്ലിശ്ശേരി KM ചെറിയാൻ ആശുപത്രിയിലെ അലക്സാണ്ടർ കൂടാരപ്പാതിരിയും ആശുപത്രി മുതലാളി വെൽക്കേർ സെബാസ്റ്റ്യനും നാട്ടുകാരെ നാറ്റിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി i2 ന്യൂസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സകല രാഷ്ട്രീയ പാർട്ടിക്കാരെയും സകല സർക്കാർ സംവിധാനങ്ങളെയും പോലീസിനെയും മാധ്യമങ്ങളെയും വിലക്കെടുത്ത പാതിരിയും സെബാസ്റ്റ്യനും സമീപവാസികളെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ ശനിയാഴ്ച രാത്രിയിൽ അഴുകിനാറുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ മാലിന്യങ്ങൾ തുറന്ന ലോറിയിൽ പമ്പയാറ്റിൽ എറിയുവാനായി കൊണ്ടുപോകുവാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ സംഘടിച്ച് ഗേറ്റ് പൂട്ടുകയും അവസാനം പോലീസ് എത്തുകയും ചെയ്യുന്നത് കണ്ടാലും. അനുഭവപ്പെട്ടു. പാടത്തേക്ക് പൈപ്പ് ഇട്ടേക്കുവാണ്. ഇറിഗേഷൻ വകുപ്പിന്റെ പൈപ്പ് കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങോട്ട് പോകണം? ഞങ്ങളുടെ ജീവനും അല്ലെങ്കിൽ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അല്ല, ഞങ്ങൾ അനുഭവിച്ചതാണെന്ന് ഇപ്പൊ പിന്നെന്തോ ഇനി പ്രത്യേകിച്ച് നിങ്ങൾ പറയാൻ. ഇനി ഞങ്ങൾ അവിടെ പോയി നിന്ന് അനുഭവിക്കണോ? ഞങ്ങളിപ്പോ അനുഭവിച്ചിട്ട് വരികയാണെന്ന് ഇത് ഞങ്ങൾ അതിന്റെ പുറവശത്ത് പോയിട്ട് വരികയാണെന്ന് നിങ്ങൾ ഈ പറയുന്ന സാധനം വേസ്റ്റ് വെച്ചിരിക്കുന്നവരെ ഞങ്ങൾ ഈ വേസ്റ്റ് പോയി നിന്നിട്ട് വരുവാണെന്ന്. അത് കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേ. പൊന്നു സുഹൃത്തെ, ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ അത്. അത് തന്നെ ഞങ്ങൾ അതിന്റെ അവിടെ പോയിട്ട് വരിക. ഇപ്പം ഹോസ്പിറ്റലിന്റെ പുറകുവശത്ത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പോയിരിക്കും. അത് ഞങ്ങളെ ഇപ്പൊ ഇവർ ഇതിലെ കൂടെ ഇറക്കുന്ന കാര്യമാണോ പറയുന്നത്? അവരെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതല്ലേ ഇപ്രാവശ്യം. അവരിപ്പോ ഞങ്ങളവിടെ പോയി നോക്കിയിട്ട് വരുവാ. ഈ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിടത്ത് അവര് പിന്നെ ഇതിനു വേണ്ടി ടാങ്കിന് വേണ്ടി വലിയൊരു കുഴി എടുത്തിട്ടേക്കോ. ഇപ്പൊ അതിലെ കൂടെ കൊണ്ടുപോകാൻ അവർക്ക് കുഴി എടുത്തിട്ടേക്കുന്നു. കുഴി എടുക്കുന്നത് നാളെ ഇതിന്റെ സൗകര്യത്തിന് വേണ്ടി അത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്തേ ഉള്ളത്. അങ്ങനെയല്ല, അത് അങ്ങനെയല്ല. അത് വലിയ പിന്നെ രീതിയിൽ അത് പിന്നെ സേഫ്റ്റി ആയിട്ട് ചെയ്യുന്ന ടാങ്കാണ്. അതിന് വലിയ വിശാലമായിട്ട് ചെയ്യും അത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നേ, ഇത് ഭാവിയിലേക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ. എന്നും ഇതുപോലെ കിടക്കത്തില്ല. തൽക്കാലം അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ തിരക്കിയപ്പോ അവര് പ്ലാസ്റ്റിക് കവറിനകത്ത് ഒന്നും പുറത്തോട്ട് വരുന്നില്ല. പ്ലാസ്റ്റിക് കവറിനകത്ത് എല്ലാം അത് എനിക്ക് തോന്നുന്നത് ഈ കുഴി എടുത്തപ്പം ഏതോ ഡ്രെയിനേജിന്റെ ഏതോ പൊട്ടിയിട്ടാണ്. ഇതിന്റെ ഫ്രണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് നിങ്ങൾ ഒന്ന് പോയി നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒന്ന് പോയി മനസ്സിലാവും. ഇത് അവരുടെ മറ്റേ ഈ വേസ്റ്റ് എടുക്കുന്ന ഗ്രീൻ എനർജിയുടെ അവരുടെ ആൾക്കാരാണ്. ഈ പച്ച അവരുടെ വണ്ടിയുടെ അവരുടെ അല്ല ഇത് പിന്നെ പലർക്കാണ് കൊടുക്കുന്നത്. ഇത് ഓരോ തരം വേസ്റ്റുകൾ ഓരോരുത്തർക്കാണ് കൊടുക്കുന്നത്. അത് തന്നെ. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞതിനകത്തെല്ലാം 100% ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ അല്ല അവിടെ അതിലെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റത്തില്ല. വലിയ പണി എടുത്തിട്ട് അങ്ങനെ ആക്കിയാൽ അല്ല, അച്ഛനോട് ഓർഡർ ചെയ്താൽ മതി. മറ്റുള്ളവരെല്ലാം കൂടെ മണ്ടക്കി വെച്ചാൽ അച്ഛനെ തന്നെ ഇറങ്ങി വരാത്തത്. പേടി ഇരുമ്പിന്റെ ഷീറ്റ് നേരത്തെ വിട്ടാ പോരെ. ഇരുമ്പിന്റെ ഷീറ്റ് നേരത്തെ അതിനോട് ലോറി അതിന്റെ മണ്ടക്കൂടെ കയറ്റിക്കൊണ്ട് പോട്ട് കാണുക. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ തുറന്ന ലോറിയിലാണ് രോഗികളുടെ മുറിച്ചു മാറ്റിയ ശരീരഭാഗങ്ങൾ അടക്കം സമീപ ആറുകളിലും തോടുകളിലും ഒഴുക്കുവാൻ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തുറന്ന ലോറിയിൽ കൊണ്ടുപോകുവാൻ ശ്രമിച്ച മാലിന്യങ്ങൾ നാട്ടുകാരെ കണ്ടപ്പോൾ പടുത വെച്ച്
മറച്ചിട്ടിരിക്കുന്നത് കാണുക. ശരീരഭാഗങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ മുറിയിൽ നിന്നും അത് ഒഴുകി സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നത് കാണുക. രാത്രിയിൽ സഹികെട്ട് ഓടിക്കൂടിയ നാട്ടുകാരുടെ ആ പ്രതിഷേധം കാണുക. ഇതിനു മുമ്പ് വന്നിട്ടില്ലേ പോയി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളെല്ലാം പരിക്കത്ത് കയറിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ മനസ്സിലാക്കില്ല. ഞാൻ സുമോദാണെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ വരാൻ വയ്യ. ഇത്രയും നിയമം വൈലേഷൻ ചെയ്തിട്ട് പിന്നെ ആരുമില്ലയോ ജനങ്ങൾ ഇറങ്ങിയിരിക്കുമോ? ജനങ്ങൾ ഇവിടെ എം എൽ എ ഉണ്ടല്ലോ. ഒന്നുമില്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് എവിടെ കിട്ടും? ഞങ്ങൾ നിങ്ങളെല്ലാം എവിടെ കിട്ടുന്നത്? കാശുള്ളവൻ കയ്യിൽ കാശ് എന്ന് പറഞ്ഞാൽ അവര് ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ. ഞങ്ങളുടെ ബുദ്ധിമുട്ട് അവരെ അനുഭവിക്കട്ടെ. സ്ഥലമില്ലാത്ത ഉണ്ടാക്കി വെച്ചേക്കും. വണ്ടി കയറ്റിയിടുന്ന സൗകര്യമൊക്കെ ഉണ്ടല്ലോ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് അവർ നാട്ടിലിട്ടുണ്ട് അതിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ ചെയ്ത വികാരം പ്രകടിപ്പിക്കാനാണ് ചിന്തിക്കണം. വേസ്റ്റ് എവിടെ ഡബ് ചെയ്യണം എല്ലാം ചിന്തിക്കണം. ഇത് സാറ് അവിടെ സംസാരിച്ചിട്ട് വെക്കാം. പിന്നെ അത്രേ ഉള്ളൂ. നമുക്ക് ഭജനയൊക്കെ പാടിക്കൊണ്ടിരിക്കാം. ഇതുവഴി വണ്ടി വെളുപ്പില്ല. ഹോസ്പിറ്റലിലെ വണ്ടി ഇതുവഴി വെളുത്തില്ല. ഒറ്റ വണ്ടി വെളുത്തില്ല. അവരെ കൂടെ മോനെ ഞാൻ ഇതിന് നാളത്തെ പ്രവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കും.
പോലീസ് സെക്ഷനിലെ ഏത് സെക്ഷനിലുള്ള ഇഷ്ടം പോലെ അതിട്ട് നാട്ടിലിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് അപ്പുറത്ത് ഏത് കുഴി എന്താ കുഴിയാണ് അങ്ങനല്ല മെമ്പർ ഒരു കാര്യം നിങ്ങളുടെ വഴിയല്ല നിങ്ങളുടെ വഴിയല്ല വിരുദ്ധാത്ത കേസുകളുടെ വഴിയല്ല ഒരു മിനിറ്റ് ഞാനൊരു കാര്യം ഞാൻ ഒരു മാസമേ ആയുള്ളൂ അതൊന്നും ഞാൻ ഒരു മാസമേ ഞാൻ ആയിട്ടുള്ളൂ അയ്യോ അതിന് കുഴപ്പമില്ല ദൈവം എനിക്ക് ആയുസ് വരെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കേട്ട് എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത് നിങ്ങളുടെ വഴിയല്ല ഈ ഒരു സംഭവം ഒരു പ്രാവശ്യം കൊണ്ടുപോകാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞ പറ്റത്തില്ല തുടർച്ചയായിട്ട് ഇതിലെ കൊണ്ടുപോകുന്ന അത് അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് ഞങ്ങൾ വരുന്നുണ്ട്. അവിടെ തട്ടിട്ടിട്ട് വണ്ടി അതാ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി അവരെ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ കൊണ്ടുപോകട്ടെ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ കൊണ്ടുപോകട്ടെ അവർ ചോദിച്ചാൽ കൊണ്ടുപോയത് അങ്ങനെ പഞ്ചായത്ത് വഴിയല്ല അല്ലെന്നാരാ പറയുന്നത്? ഞാനാ പറയുന്നത് പഞ്ചായത്ത് വഴി അല്ലാതെ പിന്നെ ഇത് വഴി മെമ്പർ വഴി പഞ്ചായത്ത് വഴി ഇത് പഞ്ചായത്ത് വഴിയാണോ അല്ല അല്ല ആരാ പറയുന്നത്? സകലരെയും വിലക്കെടുത്തെങ്കിലും നാട്ടുകാർ വാശിയിൽ തന്നെയാണ്. പാതിരിയും സെബാസ്റ്റ്യനും ഇനിയും ഇത്തരം തലവഴികൾ തുടർന്നാൽ അവർ സഹികെട്ട് അടുത്ത ദിവസം ആശുപത്രിയിൽ കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർ ഈ ലോറി പിടിച്ചെടുത്ത് ഈ പാതിരിയുടെയും ഈ സെബാസ്റ്റ്യൻ്റെയും വീടിൻ്റെ മുന്നിൽ കൊണ്ട് ഈ മാലിന്യം തട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവൻ്റെ മക്കളും ഭാര്യയും ഈ നാറ്റം അനുഭവിക്കട്ടെ. ശനിയാഴ്ച രാത്രി എന്താണ് സംഭവിച്ചതെന്ന് സമീപവാസിയായ സജി ITV ന്യൂസിനോട് പറയുന്നത് കേൾക്കുക. എന്റെ പേര് സജി. ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഭയങ്കര സ്മെല്ലായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഈ ചുറ്റുപാട് 100-250 വീട്ടുകാരുണ്ട്. ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ചോറുണ്ടിട്ടില്ല, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. കാര്യം അതുപോലുള്ള സ്മെല്ല് എന്നാലും ചീഞ്ഞ വാടയായിരുന്നു. ഈ മാംസം ചീഞ്ഞ അതേ വാടയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഓർത്ത് വല്ല എലിയോ പൂച്ചയോ എല്ലാം ചത്ത് കിടക്കാൻ ഞങ്ങൾ പരിസരം എല്ലാം നോക്കി. പിന്നാണ് വൈകിട്ട് ഒരു വണ്ടി ഞങ്ങളുടെ അടുത്ത് ഒരു ഗേറ്റ് ഉണ്ട്, ഇവരുടെ ഒരു മൂന്നാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അതുവഴിയാ ഇവരെ പണിക്കാരൊക്കെ കയറി പോകുന്നത്. അവരെപ്പോഴും ആ ഗേറ്റ് എപ്പോഴും അടഞ്ഞു കിടക്കും. ഇതൊരു വണ്ടികൾ അങ്ങനെ പോകത്തില്ല. ഒരു വലിയൊരു വലിയ ലോറി പോലെ വണ്ടിയാണ്. അതിനകത്തോട്ട് കയറിപ്പോയി, അടപ്പില്ലാത്ത മേൾമോടിയില്ലാത്ത വണ്ടി കയറിപ്പോയി. അവിടുന്ന് ഈ ഗാർബേജ് ബാഗാണ് ഇവർ കെട്ടി ഒരു ഷെഡ് പോലെ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിന്റെയൊക്കെ പുറകിൽ. അതിനകത്താണ് ഇവന്മാർ ഈ ഡബ് ചെയ്യുന്ന ഈ സാധനങ്ങൾ മുഴുവൻ. ഇതിനകത്ത് സകല സാധനമുണ്ട്. കാര്യം ഓപ്പറേഷൻ തിയേറ്ററിലെ കട്ട് ചെയ്യുന്ന സകല സാധനങ്ങൾ വരെയും ഇതിനകത്താണ്. ഇതിനകത്തുനിന്ന് ഇങ്ങനെ പൊട്ടി ഒലിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ ആൾക്കാർ അതിനകത്ത് കയറി ഈ വണ്ടി അകത്ത് കയറുന്ന കണ്ടോണ്ട് അകത്ത് ചെന്നപ്പോൾ ഭയങ്കര സ്മെല്ല്. ഇവന്മാർ അത് ഇളക്കി ഈ വണ്ടിക്കകത്ത് കയറ്റുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ പൊട്ടി ഒലിച്ചോണ്ടിരിക്കുക. മാംസം ഇങ്ങനെ പൊട്ടി ഒലിക്കത്തില്ലേ എന്ന് പറഞ്ഞു ഒലിക്കുകയും ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്മെല്ല്. ആ പരിസരം മുഴുവൻ ഭയങ്കര സ്മെല്ല്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാം, നാട്ടുകാരെല്ലാം കൂടെ കൂടി ഈ കയറിപ്പോയ ഗേറ്റ് ഞങ്ങൾ താഴിട്ട് പൂട്ടി ഇതുവഴി വണ്ടി കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി വന്നത് അവിടുന്ന്. എന്നിട്ട് ഞങ്ങൾ വെളിയിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് കൂടി ഭയങ്കര പ്രതിഷേധം പോലെയൊക്കെ നിന്ന് അവിടെ വണ്ടി ഇറക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ പോലീസിനെ വിളിച്ചു. പോലീസ് അവിടെ വന്ന് 2 പോലീസുകാർ ഇവിടെ വന്നു വണ്ടിയിൽ. അവർ പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസത്തിന് ഞങ്ങൾ ഇറക്കി വിടും. ഞങ്ങൾ പറഞ്ഞു സാറേ ഒരു കാരണവശാലും ഞങ്ങൾ ഇറക്കി വിടത്തില്ല. അവരാദ്യം അവിടെ പോയെ. അവര് പോലീസുകാരെ അറിയാമല്ലോ, സകല കൈക്കൂലിയും വാങ്ങിക്കുന്നവന്മാരാ പോയെ. അവന്മാരെ അവിടെ ചെന്നിട്ട് എന്താണെന്നറിയത്തില്ല, അവരോട് സംസാരിച്ചിട്ട് ഇവിടെ വന്ന് ഞങ്ങളോട് പറയുകയാണ് എങ്ങനെയെങ്കിലും ഇന്ന് ഒരു ദിവസത്തേന് തുറന്നു കൊടുക്കണം, അപ്പുറം എല്ലാം പൊട്ടിച്ചിട്ടിരിക്കുക പുതിയ ഹോസ്പിറ്റൽ വന്നുകൊണ്ട് ഈ വഴിയൂടെ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞു തുറന്നു തരത്തില്ല. കാര്യം
വലിയൊരു ദുരന്തം കൊണ്ടാണ് ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നത്. അനേകം രോഗികളുടെ രോഗം വലിച്ചുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പൊട്ടി ഒലിക്കുക, വണ്ടിയെ കൂടെ പൊട്ടി ഒലിക്കുകയത്. ഞങ്ങൾ ഒരു കാരണവശാലും ഇറക്കി കൊടുത്തത്. ലാസ്റ്റ് CA ആയിട്ട് സംസാരിച്ചു, CA പറഞ്ഞ് ഫോണിൽ സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞ അപ്പോഴത്തേന് ആൾക്കാരൊക്കെ ഒത്തിരി കൂടി, അനേകർ കൂടി ഇവിടെ. അപ്പം ലാസ്റ്റില് ഇവരെ മനസ്സിലായി ഒരു കാരണവശാലും ഈ നാട്ടുകാരെ തുറന്നു കൊടുക്കത്തില്ലെന്ന്. പിന്നെ ഇവര് എങ്ങനെയോ ആ വണ്ടി അപ്പുറത്തൂടെ കുത്തിത്തിരികി ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇപ്പം അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. സാധാരണ എല്ലാ ആശുപത്രികളും IMAയുടെ ഒരു സംവിധാനമുണ്ട്. IMAയുടെ വണ്ടിയേ അല്ല. ഞങ്ങളെ ഡ്രൈവറോട് ചോദിച്ചു ഇതെവിടെ കൊണ്ട് കളയാൻ ചോദിച്ചിട്ടുണ്ടപ്പോൾ ആലുവയില കൊണ്ട് കളയാൻ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചത് ഗവൺമെന്റ് അംഗീകൃതമുള്ള സ്ഥാപനത്തിനോ അങ്ങനെ വല്ലോ അതൊന്നും ആ ഡ്രൈവർക്ക് അറിയത്തില്ല. ഞങ്ങൾക്കൊന്നും നമുക്ക് വണ്ടി കാണുമ്പോൾ IMAയുടെ വണ്ടി വെച്ചാൽ ശരിക്കും അടച്ചുറപ്പുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാവുന്ന തരത്തിലുള്ള വണ്ടിയാണ് ഇത്. IMA ആണ് സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഇവന്മാർ ആ പൈസ പോലും ലാഭിച്ച് ഇതുകൊണ്ട് അവിടുത്തെയുള്ള ആറ്റിലും തോട്ടിലും കളയാന്നുള്ള ഭാവത്തിലാണ് ഈ തുറന്ന വണ്ടിയിൽ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത് അങ്ങനെയുള്ള വണ്ടിയല്ല. മേളിൽ അടച്ചുറപ്പുള്ള ഒരു സാധനമില്ല. ചുമ്മാ നമ്മൾ ഈ തേങ്ങയെ കൊണ്ടുപോകത്തില്ല എന്നുള്ള ഒരു വണ്ടി പോലെ, മനസ്സിലായി. ചുമ്മാ നമ്മള് മേളിലൊന്നുമില്ല, രണ്ട് സൈഡും അഴിച്ച് ഇതുള്ളതായിട്ടുള്ള വണ്ടിയാണത്. അല്ലാതെ അങ്ങനെയുള്ള ഒരു സേഫ്റ്റി ഇതിനകത്തില്ല സംഭവം. ഇതിപ്പോ ഞങ്ങളെ കണ്ടോണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നോണ്ട് പോലീസുകാർ പോയി വണ്ടി അവരെ ഇറക്കിയപ്പോഴത്തേന് വണ്ടി പോലീസുകാർ പോയി. പക്ഷെ വണ്ടി ഇതിനായിട്ടും റോഡിൽ ഇറക്കിയിട്ടില്ല, അവരെ കോമ്പൗണ്ടിൽ തന്നെ കിടക്കുക. ഇത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാർ തന്നെ ചേസ് ചെയ്യണം ഇവന്മാർ ഇത് എങ്ങോട്ടാ കൊണ്ട് കളയുന്നതെന്നുള്ളത്. ഇത് ഞങ്ങള് ഇതേ കെട്ട് 3-4 കെട്ട് ഞങ്ങൾ പമ്പയാറിന്റെ സൈഡിലാണ് താമസിക്കുന്നത്. ഈ 3-4 കെട്ട് ഇതേ സാധനം ഞങ്ങൾ പമ്പയാറ്റി കണ്ടു ഈയിടെ 2-3 ദിവസം മുമ്പ്. ഇതേ ഗാർബേജ് ബാഗും ഇതേ കെട്ടും സംഭവം അല്ല. എനിക്ക് തോന്നുന്നത് ഇത് എവിടെയോ കൊണ്ട് കളയുന്നുണ്ട്. ഈ സംഭവം പമ്പയാറ്റി തന്നെ തള്ളുന്നു. മാറാ രോഗം വലിക്കുക ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ നാട് മുഴുവൻ ഇത് വെള്ളത്തിലോട്ട് പോയി ഇത് പൊട്ടിയ ഇവരാ കൂട് തുറന്ന് അകത്തോട്ട് ഈ സാധനം വിട്ടാൽ ഇത് ഒരു മനുഷ്യൻ പോലും അറിയത്തില്ലല്ലോ. ഒഴുകുന്ന ഏതൊക്കെ ജില്ലകളിൽ കൂടെ ഇത് പോകുന്നത്? അത് സാറേ, ഇതിപ്പം ക്യാൻസർ സെന്റർ വരുന്ന അതിനു മുമ്പേ ഇവർ ചികിത്സ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അതിന്റെ വേസ്റ്റ് ഒക്കെ ഇവന്മാർ ഒരു സേഫ്റ്റിയും ഇല്ലാതാണ് ഇവർ നടത്തുന്നത്. ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അവര് കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാണ് അവരുണ്ടാക്കിയത്. ഭയങ്കര ഭീമമായിട്ടൊരു ടാങ്കാണ് അത്. ഇവരിപ്പോ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ കക്കൂസിലെ ടാങ്ക് നിറയുന്ന ഉടനെ അവർ പമ്പ് ചെയ്ത് ഇതിനകത്ത് അടിച്ച് നിറയ്ക്കും. ഇതിനകത്ത് അടിച്ച് നിറയ്ക്കുന്നുണ്ടെ ഇതിങ്ങനെ ഞൊരച്ച് പൊങ്ങി വരുന്ന കറുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കൂസിലെ മാലിന്യമാണ് കറുത്ത വെള്ളം. പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞു, പഞ്ചായത്തിൽ ചെന്നിട്ട് അവർ 15 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കാന്നൊക്കെ ഞങ്ങൾ വാക്ക് തന്നവര്. ഈ കിണർ പൊക്കി അതിനകത്ത് എല്ലാം വേസ്റ്റ് എല്ലാം വാരി തരാമെന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇതൊന്നും നടത്തിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിന്റെ താഴെത്തട്ട് മേള് വരെ നിങ്ങളുടെ ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഇത് ഒരാൾ പോലും ഒരു രാഷ്ട്രീയക്കാരോ ആരും ഇതിനകത്ത് ഇടപെടുന്നില്ല അല്ലേ? ആരും ഇടപെടില്ല. ഞങ്ങള് മിനിഞ്ഞാന്ന് തന്നെ ഞങ്ങള് പൊല്യൂഷൻ കൺട്രോൾ വീണ്ടും ഞങ്ങള് മെസ്സേജ് അയച്ചു. അയച്ചു കഴിഞ്ഞാൽ അവര് ഇത് പൊല്യൂഷൻ അവര് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ഞങ്ങളുടെ മെമ്പർ മുഖേന അയച്ചു. മെമ്പറുടെ നിലപാടെന്താ ഈ വിഷയത്തില്? മെമ്പർ ഞങ്ങളുടെ കൂടെ തന്നെ കട്ടയ്ക്ക, പുള്ളിക്കാരി കട്ടയ്ക്ക ഞങ്ങളുടെ കൂടെ മെമ്പർ. കഴിഞ്ഞ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെയുള്ള മെമ്പറായിരുന്നു. സുഖ ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു ആ മെമ്പറിന്. കഴിഞ്ഞ മെമ്പറാണ് ഇതിന്റെ എല്ലാം വഷളാക്കിയത്. ഞങ്ങളുടെ നിന്ന് കള്ള ഒപ്പിട്ട് വാങ്ങിച്ച് ഇവിടുന്ന് ഞങ്ങൾ അറിയാതെ ഒപ്പിട്ട് വാങ്ങിച്ചു. ഞങ്ങളുടെ ഒപ്പ് കൊടുത്തതല്ല. ഇവിടെ ഇതിന് വേണ്ട സാങ്ഷനും കാര്യങ്ങളും എല്ലാം നേടിയെടുത്ത പഴയ മെമ്പറാണ്. ആ മെമ്പറെ ഞങ്ങളുടെ ഇത് വാർഡ് 2 വാർഡായപ്പോ ആ മെമ്പർ വേറെ ഒരു വാർഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവരുടെ വാർഡിൽ തന്നെ ഞങ്ങൾ വേറൊരു വാർഡിലായി. ഇപ്പൊ പുതിയ ഒരു മെമ്പറാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ മെമ്പറെ ഞങ്ങളുടെ നിലവിലുള്ള ഇപ്പോഴത്തെ മെമ്പറിനെ തോൽപ്പിക്കാനായിട്ട് ഈ അച്ഛൻ ലക്ഷങ്ങൾ ഒഴുക്കി എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ഒഴുക്കി. കാര്യം എന്താണെന്നറിയാം? ഈ മെമ്പറിന്റെ അടുക്ക് ഈ അച്ഛന്റെ ഈ പാതിരിയുടെ കളി നടക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് ലക്ഷങ്ങൾ ഒഴുക്കി. പക്ഷെങ്കിൽ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഞങ്ങളുടെ മെമ്പർ ജയിച്ചു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഞങ്ങളെ ഇതല്ലെങ്കിൽ ഇത് പുറം ലോകം അറിയത്തില്ലല്ലോ, ഈ വിഷയങ്ങളൊന്നും അറിയത്തില്ല. പുള്ളിക്കാരിയാണ് ഞങ്ങളോട് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഒരു ലേഡിയാ. KM ചെറിയാൻ അറബുശാലയുടെ സമീപം താമസിക്കാൻ വിധിക്കപ്പെട്ട നാട്ടുകാരോടാണ്. ഈ ധർമ്മസമരത്തിൽ i2 ന്യൂസ് നിങ്ങളോടൊപ്പമുണ്ട് വിജയം വരിക്കുന്നത് വരെ. എന്ത് വിഷയമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുക, ഞങ്ങളത് ലോകത്തിൻ്റെ മുന്നിലെത്തിക്കും. ഏറവൻ മുക്കിയാലും ഞങ്ങൾ ആ വാർത്ത മുക്കില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.